1892 ഡിസംബർ 25 മുതൽ 27 വരെ 3 ദിവസം തുടർച്ചയായിട്ട് വിവേകാനന്ദ സ്വാമികൾ ധ്യാനനിരതനായിട്ടിരുന്ന വിവേകാനന്ദ പാറയിലേക്ക് കന്യാകുമാരിയിൽ നിന്ന് കടലിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കന്യാകുമാരിയിലെ ഈ വിവേകാനന്ദ സ്മാരകത്തിനോട് ചേർന്ന് തന്നെ തമിഴ് സാഹിത്യകാരനായിട്ടുള്ള തിരുവള്ളുവരുടെ വളരെ വലിയൊരു പ്രതിമ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കന്യാകുമാരിയിലെ വിവേകാനന്ദ സ്വാമിയുടെയും തിരുവള്ളുവരുടെയും സ്മാരകത്തിൻ്റെ കാഴ്ചകളും ചരിത്രങ്ങളും ഒക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കന്യാകുമാരിയിൽ നമ്മൾ വിവേകാനന്ദ പാറയിലേക്ക് പോകുന്ന ഇതുപോലത്തെ ബോട്ടിനാണ്. നമുക്കിവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ആ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ബോട്ടിലോട്ട് കയറാനായിട്ട്. ഇവിടെ 2 രീതിയിലുള്ള ടിക്കറ്റ് കൗണ്ടർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന് 75 രൂപയുടെയും പിന്നെ സ്പെഷ്യൽ ടിക്കറ്റ് 300 രൂപയുടെ സ്പെഷ്യൽ ടിക്കറ്റുമാണുള്ളത്. ഈ 300 രൂപയുടെ ടിക്കറ്റിനുള്ള ആകെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടിക്കറ്റ് എടുക്കാനായിട്ടുള്ള ക്യൂവിൻ്റെ നീളം കുറവായിരിക്കും എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. എന്തായാലും ഞാനിവിടെ വരുന്ന സമയത്ത് തീരെ തിരക്ക് കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ 75 രൂപയുടെ ടിക്കറ്റ് എടുക്കാനായിട്ടുള്ള ക്യൂവിലാണ് നിന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവധി ദിവസങ്ങളിൽ ഈ വിവേകാനന്ദ പാറയിലേക്ക് പോകാനായിട്ട് ഭയങ്കര തിരക്കായിരിക്കും എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് അവധി ദിവസങ്ങളിൽ വരുന്നവർ അതിനുള്ള ഒരു സമയം ഒരു 2-3 മണിക്കൂറൊക്കെ ക്യൂ നിൽക്കാനുള്ള സമയവും കൂടെ അറേഞ്ച് ചെയ്ത് വരുന്നതായിരിക്കും നല്ലത്. ഈ ബോട്ടിലോട്ട് കയറുന്നതിന് മുമ്പ് ഇവിടെ ഇങ്ങനെ ലൈഫ് ജാക്കറ്റുകൾ വെച്ചിരിക്കുന്നത് കാണാം. അത് എടുത്തുകൊണ്ട് വേണം നമ്മൾ അകത്തോട്ട് കയറാനായിട്ട്. ആ കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റാഫുകളുണ്ട്. അവരെല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞു തരും. എല്ലാം നല്ല സഹകരണമാണ്. ഈ സ്റ്റാഫുകളൊക്കെ നല്ല സഹകരണമാണ്. യാത്രക്കാരോടൊക്കെ നല്ല രീതിയിലാണ് ഇടപെടുന്നത് എല്ലാവരും. ഞാൻ എന്നാലും ആദ്യം തന്നെ ബോട്ടിൽ കയറി വീഡിയോ ഒക്കെ പിടിക്കാനായിട്ട് പറ്റിയ രീതിയിലുള്ള ഒരു സൈഡ് സീറ്റൊക്കെ നോക്കി പിടിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഒത്തിരി നേരം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട വന്നില്ല. ഒത്തിരി താമസിക്കാതെ തന്നെ ബോട്ട് എടുത്തു. അങ്ങനെ വിവേകാനന്ദ പാറ ലക്ഷ്യമാക്കിയിട്ട് നമ്മൾ നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഭാരതത്തിലെ 51 ശക്തിപീഠങ്ങളിലൂടെയുള്ള യാത്രയുടെ ഭാഗമായിട്ടാണ് ഞാൻ കന്യാകുമാരിയിൽ എത്തുന്നത്. രാവിലെ കന്യാകുമാരി ശക്തിപീഠത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ശുചീന്ദ്രത്ത് പോയി. ശുചീന്ദ്രത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഉച്ച കഴിഞ്ഞിട്ട് ഒരു 3 മണിയോട് കൂടിയിട്ടാണ് ഞാൻ ഈ വിവേകാനന്ദ പാറയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. നമ്മൾ ഈ വിവേകാനന്ദ പാറയിലേക്ക് ബോട്ടയിൽ യാത്ര ചെയ്യുമ്പോഴത്തേനും വളരെ വലുപ്പത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് തിരുവള്ളുവരുടെ പ്രതിമയാണ്. 133 അടി ഉയരമാണ് ഈ പ്രതിമയ്ക്കുള്ളത്. ഈ 133 അടി ഉയരം വരാനായിട്ട് കാരണം ഈ തിരുവള്ളുവരുടെ പ്രധാനപ്പെട്ട കൃതിയായിട്ടുള്ള തിരുക്കുറളിന് 133 അധ്യായമാണുള്ളത്. അപ്പോൾ അതിന് ഒരു പ്രതീകാത്മകമായിട്ടാണ് ഇതിന് 133 അടി ഉയരം വന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഒരു 10 മിനിറ്റ് താഴെ എടുക്കുകയുള്ളൂ നമുക്ക് ഈ വിവേകാനന്ദ പാറയിൽ വരെ എത്താനായിട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കടലിലെ കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് വരുമ്പോഴത്തേനും നമുക്ക് ഇറങ്ങാനായിട്ടുള്ള സമയമാകും. ഈ ബോട്ടിൽ നിന്ന് താഴോട്ട് ഇറങ്ങാനായിട്ട് നമ്മളെ സഹായിക്കാനായിട്ടൊക്കെ ഇവിടെ ആൾക്കാരുണ്ടെങ്കിലും വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ താഴോട്ട് ഇറങ്ങാനായിട്ട്. ഇവിടെ നമുക്ക് ഈ വിവേകാനന്ദ സ്മാരകത്തിലേക്ക് കയറാനായിട്ട് ഒരു 30 രൂപയുടെ ടിക്കറ്റും കൂടെ ഇവിടെ എടുക്കണം. നമ്മൾ മുമ്പേ എടുത്ത് 75 രൂപയുടെ ടിക്കറ്റ് ബോട്ടിൻ്റെ ചാർജാണ്. ഈ സ്മാരകം കാണാനായിട്ട് അകത്തോട്ട് കയറണമെങ്കിൽ ഈ 30 രൂപയുടെ ടിക്കറ്റും കൂടെ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. നല്ല ചൂടാണ്. അകത്തോട്ട് ചെരുപ്പ് ഇടാനും പറ്റുകയില്ല. ചെരുപ്പ് ഇടാത്തതുകൊണ്ട് നല്ല പൊള്ളുന്ന ചൂടാണ്. ഈ വിവേകാനന്ദ പാറയ്ക്ക് ആകെ 3 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് നമ്മൾ നമ്മുടെ നേരെ മുന്നിൽ കാണുന്ന ഈ വിവേകാനന്ദ മന്ദിരം. ഇതിന് പുറകിലായിട്ട് ഒരു ധ്യാന മണ്ഡപമുണ്ട്. അതുപോലെ തന്നെ ഇതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമുക്ക് ശ്രീപാദ മണ്ഡപം എന്ന് പറഞ്ഞിട്ട് വേറൊരു ഭാഗം കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ വിവേകാനന്ദ പാറ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിവേകാനന്ദൻ്റെ പേരിൽ അറിയപ്പെടുന്നതിന് മുമ്പ് ശ്രീപാദ പാറ എന്നായിരുന്നു അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ബാണാസുരനെ വധിക്കുവാനായിട്ട് കന്യാകുമാരിയായിട്ട് അവതരിച്ച ദേവി ഇവിടെ ഒറ്റക്കാലിൽ തപസ് ചെയ്തിരുന്നു എന്നുള്ളതാണ് വിശ്വാസം. ഇവിടെ ഈ ശ്രീപാദ മണ്ഡപത്തിന്റെ ഉള്ളിൽ ദേവിയുടെ പാദത്തിന്റെ ഒരു അടയാളമാണ് പൂജിക്കപ്പെടുന്നത്. ദേവി ഇവിടെ തപസ് ചെയ്ത സ്ഥലമായതുകൊണ്ടായിരിക്കാം വിവേകാനന്ദ സ്വാമി കടലിലൂടെ നീന്തി വന്ന് ഈ പാറയിലിരുന്ന് 3 ദിവസം ധ്യാനിച്ചത്. ഈ വിവേകാനന്ദ പാറയുടെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഇതിന്റെ ചരിത്രം നമുക്കൊന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. 1962 അതായത് വിവേകാനന്ദ സ്വാമിയുടെ ജന്മശതാബ്ദി വർഷത്തിന്റെ തൊട്ടു മുമ്പുള്ള വർഷമാണ് കന്യാകുമാരിയിൽ ഇതുപോലെ ഒരു സ്മാരകം പണിയുവാനായിട്ടുള്ള ആലോചന ആദ്യമായിട്ട് നടക്കുന്നത്. ഈ പാറയിൽ ഒരു വിവേകാനന്ദ സ്മാരകം നിർമ്മിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ ആലോചിക്കുവാൻ വേണ്ടിയിട്ട് 1962 ഓഗസ്റ്റ് മാസം 1-ാം തീയതി ഒരു അനൗദ്യോഗിക ഒരു കമ്മിറ്റി നിലവിൽ വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1962 സെപ്റ്റംബർ മാസം 19-ാം തീയതി ഈ പാറയിലേക്ക് ഒരു ബോട്ട് സർവീസ് എല്ലാ ദിവസവും വൈകുന്നേരം ഒരു ബോട്ട് സർവീസ് ആരംഭിക്കുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ പാറയിലേക്ക് ഈ ഹൈന്ദവര് ഒരു ബോട്ട് സർവീസൊക്കെ ആരംഭിച്ചതിന് പിന്നാലെ തന്നെ ഈ പാറയിൽ ഒരു ഉരുക്കുകൊണ്ടുള്ള ഒരു കുരിശ് പ്രത്യക്ഷപ്പെട്ടതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ കുരിശ് ഇവിടെ വന്നതിൻ്റെ പേരിലുള്ള തർക്കങ്ങളും വിവാദങ്ങളും ഒക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേനും ഇവിടുത്തെ ഹിന്ദുക്കളെല്ലാം കൂടി നേരെ നാഗപ്പൂർ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ കാര്യാലയത്തിൽ എത്തുകയാണ്. RSSന്റെ അന്നത്തെ സർസംഘചാലകായിരുന്ന ഗുരുജി ഗോൾവക്കർ ഈ കന്യാകുമാരി ദൗത്യം RSSന്റെ മുതിർന്ന പ്രചാരകനായിട്ടുള്ള ഏകനാഥ് റാനഡയെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഏകനാഥ് റാനഡെ കന്യാകുമാരി ദൗത്യം ഏറ്റെടുക്കുകയും കന്യാകുമാരിയിൽ ഉയർന്നു വന്ന ഉരുക്ക്
കുരിശ് പ്രത്യക്ഷമായതുപോലെ തന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്തു. കന്യാകുമാരി ദൗത്യവുമായിട്ട് മുന്നോട്ട് നീങ്ങിയ ഏകനാഥ് റാനഡെയ്ക്ക് ശക്തമായിട്ടുള്ള എതിർപ്പുകളാണ് നേരിടേണ്ടി വന്നത്. തമിഴ്നാടിന്റെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഭക്തവത്സലവും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിയായിരുന്ന ഹുമയൂൺ കബീറും ഒക്കെ ഈ വിവേകാനന്ദ സ്മാരകം എന്ന ആശയത്തെ ശക്തമായിട്ട് എതിർത്തവരായിരുന്നു. പക്ഷെങ്കിൽ നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ടുള്ള ഏകനാഥ റാനഡെയുടെ ഇടപെടലുകൾ ഈ രണ്ടു പേരുടെയും വിവേകാനന്ദ സ്മാരകത്തിനെ കുറിച്ചിട്ടുള്ള ആശയഗതിയിൽ മാറ്റം വരുത്തുകയും അവർ ഈ സ്മാരകത്തിനെ അനുകൂലിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഏകനാഥ് റാനഡെയുമായിട്ട് ആശയപരമായിട്ട് വിഭിന്ന ധ്രുവങ്ങളിൽ നിന്നിരുന്ന ജ്യോതി ബസു, അണ്ണാദുരൈ മുതലായ നേതാക്കളുടെ പോലും പിന്തുണ നേടിയെടുക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ഇച്ഛാശക്തിയോടുകൂടിയുള്ള നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിന്റെ ഫലമായിട്ട് ഏകനാഥ് റാനഡെയ്ക്ക് അന്നത്തെ ഭാരതത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുടെയും, അത് പ്രതിപക്ഷത്തുള്ളവരാണെങ്കിലും ഭരണപക്ഷത്തുള്ളവരാണെങ്കിലും, അവരുടെ എല്ലാം പിന്തുണ നേടിയെടുക്കുവാനായിട്ട് സാധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതുപോലെ ഒരു വിവേകാനന്ദ സ്മാരക മന്ദിരം പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടും സാങ്കേതികപരമായിട്ടുമുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഏകനാഥ് റാനഡെയുടെ മുന്നിൽ അടുത്തതായിട്ട് വന്ന വെല്ലുവിളി ഇതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തികം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. കന്യാകുമാരി ദൗത്യത്തിന്റെ ഫണ്ട് ശേഖരണാർത്ഥം ഏകനാഥ് റാനഡെ ഭാരതത്തിലെ ഓരോ സംസ്ഥാനത്തിന്റെയും മുഖ്യമന്ത്രിമാരെ സമീപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു ദേശീയ ദൗത്യം എന്ന നിലയിൽ വിവേകാനന്ദ സ്മാരകത്തിന്റെ നിർമ്മാണത്തിനായിട്ട് ഭാരതത്തിലെ എല്ലാ മുഖ്യമന്ത്രിമാരും റാനഡെയെ സാമ്പത്തികമായി സഹായിച്ചപ്പോഴും കേരളത്തിന്റെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാട് മാത്രം റാനഡെയെ വെറും കൈയോടെ തിരിച്ചയച്ചു എന്നുള്ളതും ചരിത്രമാണ്. വിവേകാനന്ദ സ്മാരകത്തിന്റെ നിർമ്മാണത്തിനായിട്ട് ആദ്യത്തെ സംഭാവനയായിട്ട് ഒരു 10,000 രൂപ കന്യാകുമാരിയിൽ നടന്ന ഒരു പബ്ലിക് മീറ്റിംഗിൽ വെച്ചിട്ട് പൂജനീയ ചിന്മയാനന്ദ സ്വാമിജികൾ നൽകുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കന്യാകുമാരി ദൗത്യം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ ഏകനാഥ് റാനഡെ ശ്രീരാമകൃഷ്ണ മിഷന്റെ ആസ്ഥാനത്ത് ബേലൂർ മഠത്തിലെത്തി അന്നത്തെ മിഷന്റെ പ്രസിഡന്റായിരുന്ന മാധവാനന്ദ സ്വാമിയുടെ അനുവാദവും അനുഗ്രഹവും മേടിക്കുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിവേകാനന്ദ സ്വാമികളാൽ തന്നെ സ്ഥാപിതമായ ശ്രീരാമകൃഷ്ണ മിഷന്റെ ആധ്യാത്മിക ശക്തിയും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ബൗദ്ധിക ശാരീരിക ശക്തിയും കൈകോർത്ത് ഏകനാഥ് റാനഡെയുടെ നേതൃത്വത്തിൽ കന്യാകുമാരി ദൗത്യം മുന്നോട്ട് പോയപ്പോൾ രാഷ്ട്രം ഒന്നാകെ ഈ ദേശീയ സങ്കല്പത്തിന്റെ പിന്നിൽ അണിനിരന്നു. 1970 സെപ്റ്റംബർ 2 ഭാരതത്തിന്റെ അന്നത്തെ രാഷ്ട്രപതി ശ്രീ VV ഗിരി കന്യാകുമാരിയിലെ ഈ വിവേകാനന്ദ സ്മാരക മന്ദിരം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. ഈ വിവേകാനന്ദ പാറയുടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന തമിഴ് സാഹിത്യകാരനായിട്ടുള്ള തിരുവള്ളൂരുടെ പ്രതിമയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ചില വിവരങ്ങളോടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ടൊന്ന് ശ്രമിക്കാം. 1979 ഏപ്രിൽ 15 ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായിയാണ് ഈ തിരുവള്ളൂരുടെ സ്മാരക മന്ദിരത്തിന് തറക്കല്ലിടുന്നത്. 1990 മാത്രമാണ് ഈ തിരുവള്ളൂർ സ്മാരക മന്ദിരത്തിന്റെ പണി തുടങ്ങുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 1999 പണി പൂർത്തിയാക്കിയ തിരുവള്ളൂരുടെ സ്മാരക മന്ദിരം തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കരുണാനിധി 2000 ജനുവരി 1 ഉദ്ഘാടനം ചെയ്തു. തിരുവള്ളുവരുടെ സ്മാരക മന്ദിരവും വിവേകാനന്ദ സ്മാരക മന്ദിരവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 77 മീറ്റർ നീളമുള്ള ഒരു ഗ്ലാസ് ബ്രിഡ്ജിന്റെ പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന 2024 ഡിസംബർ മാസത്തിൽ പണി പൂർത്തിയാകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ദയവായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മുടെ കന്യാകുമാരിയുടെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. തിരുവള്ളുവരുടെയും വിവേകാനന്ദ സ്വാമിയുടെയും പ്രതിമകളെ കുറിച്ചിട്ടൊക്കെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും നമസ്കാരം.